കൂട്ടുകാരെ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അടുത്ത ദിവസം 4ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഏതാണ് മക്കളെ ആനുവൽ എക്സാം വരുന്നത്? നമ്മുടെ വാർഷിക പരീക്ഷ ഏതാണ്? യെസ്, നമ്മുടെ മാത്സ് ആണ് അല്ലേ, അഥവാ ഗണിതം എന്ന വിഷയമാണ് നമുക്ക് അടുത്ത ദിവസം എക്സാം വരുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും എക്സാമിനായിട്ട് അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ? ഓക്കെ മക്കളെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കൂടി ഡിസ്കസ് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം ക്ലാസ്സിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും പെട്ടെന്നൊന്ന് ക്ലാസ് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ മക്കളുടെ പേര് നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാനായിട്ട് മറക്കരുതേ. ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? നോക്കിക്കേ, ആക്ടിവിറ്റി 1 മാംഗോ ഡിസ്ട്രിബ്യൂഷൻ. ഇവിടെ മിസ് ഇംഗ്ലീഷിലാണ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുള്ളത്. ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് നിങ്ങളുടെ മാത്സ് എക്സാം ഇംഗ്ലീഷിലായിരിക്കും ചോദ്യങ്ങൾ വരിക. മലയാളം മീഡിയം പഠിക്കുന്ന കൂട്ടുകാർക്ക് മലയാളത്തിലുമായിരിക്കും ചോദ്യം വരിക. അപ്പോൾ മിസ് ആദ്യം ഇംഗ്ലീഷിൽ ചോദ്യം പറഞ്ഞതിന് ശേഷം മലയാളത്തിലും പറയൂ കേട്ടോ. അപ്പോൾ എല്ലാ മക്കളും നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കണേ. ഓക്കെ മക്കളെ, മാംഗോ ഡിസ്ട്രിബ്യൂഷൻ എന്നതാണ് നമ്മുടെ ആദ്യത്തെ പ്രവർത്തനം അല്ലേ, അതായത് മാങ്ങ വിതരണം എന്നതാണ്. നോക്കിക്കേ മക്കളെ, 96 mangoes were picked from a garden and kept equally in 8 baskets. എന്താ മക്കളെ പറഞ്ഞത്? 96 മാംഗോസ് അല്ലേ, 96 മാങ്ങകൾ എന്ത് ചെയ്തു? ഒരു ഗാർഡനിൽ നിന്ന് എന്ത് ചെയ്തു? പറിച്ചെടുത്തിട്ടുണ്ട് അല്ലേ, ഒരു തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് എന്ത് ചെയ്തു? kept equally in 8 basket അല്ലേ, 8 ബാസ്ക്കറ്റിലാക്കിയിട്ടില്ലേ, ഇങ്ങനെ ഇതുപോലെയുള്ള 8, 1, 2, 3, 4, 5, 6, 7, 8 ഇങ്ങനെ 8 ബാസ്ക്കറ്റിലായിട്ട് എന്ത് ചെയ്തു? ആ 96 മാങ്ങകളും ഈക്വലി, അതായത് തുല്യമായിട്ട് വീതിച്ചു വെച്ചു അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഹൗ മെനി മാംഗോസ് ആർ ഇൻ 1 ബാസ്ക്കറ്റ്? അങ്ങനെയാണെങ്കിൽ ഒരു ബാസ്ക്കറ്റിൽ എത്രത്തോളം മാംഗകളാണ് ഉണ്ടായിരിക്കുക എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ മക്കളെ, നമുക്ക് എങ്ങനെ കണ്ടെത്താം? നമ്മൾ പറഞ്ഞു 96 മാംഗോസ് ആണുള്ളത്. എത്ര ബാസ്ക്കറ്റിലായിട്ടാണ് നമ്മൾ കീപ്പ് ചെയ്തിട്ടുള്ളത്? 8 എണ്ണത്തിലായിട്ടാണ് വെച്ചിട്ടുള്ളത് അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ കണ്ടെത്താനായിട്ട്, അപ്പോൾ ഓരോന്നിലും എത്ര എണ്ണം വീതമാണെന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി? 96 ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ മതി. 96 ഹരിക്കണം 8 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? ആൻസർ കിട്ടും. നോക്കിക്കേ, 96 ഡിവൈഡഡ് ബൈ 8 എത്രയാണ് മക്കളെ ആൻസർ വരുന്നത്? 12 ആണ്. മക്കൾ ഡിവൈഡ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം നിർബന്ധമായിട്ട് നിങ്ങളുടെ അടുത്ത ദിവസത്തെ മാത്സ് എക്സാമിന് പോകുന്ന സമയത്ത് 1 to 10 വരെയുള്ള 1 മുതൽ 10 വരെയുള്ള ഗുണന പട്ടിക പഠിച്ചിട്ട് പോയിക്കോ മക്കളെ. നമുക്ക് ഒട്ടുമിക്ക എല്ലാ പ്രോബ്ലത്തിലും ആവശ്യമായിട്ട് വരും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഏതെങ്കിലും ടേബിൾ നിങ്ങൾക്ക് കുറച്ച് പ്രയാസമൊക്കെ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് മക്കൾ എന്ത് ചെയ്യുക, അതൊന്ന് പഠിച്ച് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ 96 ഡിവൈഡഡ് ബൈ 8 എത്രയാണ് ആൻസർ വരുന്നത്? 12. അതിനർത്ഥം എന്താണ് മക്കളെ? ഓരോ ബാസ്ക്കറ്റിലും എത്ര വിധ മാംഗോസ് ആണുള്ളത്? യെസ്, 12 വിധ മാംഗോസ് ആണുള്ളത്. 12 വിധ മാംഗോസ് ആണ് ഓരോന്നിലും വെച്ചിട്ടുള്ളത്. ഓക്കെ, അങ്ങനെ 96 മാങ്ങകളാണ് ഈ 8 ബാസ്ക്കറ്റിലായിട്ട് വെച്ചിട്ടുള്ളത്. ക്ലിയർ? ഫസ്റ്റ് ആൻസർ കിട്ടിയിട്ടില്ലേ? ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, all the mangoes in 1 basket when spoiled and were thrown away, how many mangoes are left in total? അതായത് ഈ എല്ലാ മാങ്ങകളിൽ നിന്നും ഒരു ബാസ്ക്കറ്റിലുള്ള മാങ്ങ എന്ത് ചെയ്തു മക്കളെ? സ്പോയിൽഡ്, അതായത് അതിലുള്ളത് കേട് വന്നു പോയി, ചീത്തയായിപ്പോയി. അങ്ങനെ അതെന്ത് ചെയ്തു? അത് പുറത്തേക്ക് ദൂരേക്ക് എറിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ എത്ര മാങ്ങ ബാക്കി ഉണ്ടായിരിക്കുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ 8 ബാസ്ക്കറ്റിലുള്ള ഈ ഒരു ബാസ്ക്കറ്റിലുള്ള മാംഗോ ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? കളഞ്ഞിട്ടുള്ളത് അല്ലേ, പുറത്തേക്ക് കളഞ്ഞിട്ട്. അപ്പോൾ ബാക്കിയുള്ളത് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ? ടോട്ടലുള്ള 96ൽ നിന്ന് ഒരു ബാസ്ക്കറ്റിലെ എണ്ണമായ 12 മാങ്ങയുടെ എണ്ണം എന്ത് ചെയ്താൽ മതി? നമ്മൾ മൈനസ് ചെയ്താൽ മതി. 96 മൈനസ് 12, 96 കുറയ്ക്കണം 12, എത്രയാണ് മക്കളെ ആൻസർ വരിക? 84, 84 വരിക. മക്കൾ ചെയ്തു നോക്കുക കേട്ടോ. ഓക്കെ, ക്ലിയർ? അപ്പം നമ്മുടെ ആദ്യത്തെ, അതായത് നമ്മളിപ്പോൾ ഒരു ബാസ്ക്കറ്റിലുള്ള ഒരു കൊട്ടയിലുള്ള മാംഗോയുടെ എണ്ണം നമ്മൾ കണ്ടെത്തിയില്ല മക്കളെ. ആ എണ്ണത്തിൽ ആ കണ്ടെത്തിയിൽ എന്തെങ്കിലും ഒരു തെറ്റ് വരികയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനും നമുക്ക് ഓട്ടോമാറ്റിക്കലി എന്താവും? ആൻസർ റോങ് ആവും. ഓക്കെ, ഇവിടെ 12 ഉള്ളത് നമ്മൾ 11 ആൻസർ നമുക്ക് കിട്ടിയെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ 96 മൈനസ് 11 നമ്മൾ ചെയ്യാറ്. അപ്പോൾ ആൻസർ എന്താവും? റോങ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ഇത്തരത്തിൽ മാത്സ്, പ്രത്യേകിച്ച് മാത്സിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുക? എല്ലാ സബ് ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് ആൻസർ ചെയ്യാൻ നോക്കുക. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തെറ്റിയാൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസറും ഓട്ടോമാറ്റിക്കലി തെറ്റാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ 96 മൈനസ് 12 ചെയ്താൽ നമുക്ക് എത്ര കിട്ടും മക്കളെ? ബാക്കി 84, 84 മാംഗോസ് ആണ് ബാക്കിയുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ,
If the remaining mangoes are given equally to 6 people, how many mangoes will each person get? അതായത് ബാക്കിയുള്ള മാങ്ങകൾ എന്ത് ചെയ്തു, തുല്യമായിട്ട് 6 ആളുകൾക്ക് എന്ത് ചെയ്തു മക്കളെ, ഡിവൈഡ് ചെയ്ത് കൊടുത്തു, വീതിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഓരോ ആൾക്കാർക്കും എത്രത്തോളം മാങ്ങ വീതം കിട്ടി എന്നതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. ശ്രദ്ധിക്കണേ, ബാക്കിയുള്ള മാങ്ങകളെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്, 6 ആൾക്കാർക്ക് തുല്യമായി വീതിച്ചത്. അപ്പം നമുക്കറിയാം, നമുക്ക് ബാക്കിയുള്ളത് എത്ര മാങ്ങയാണ്, 84 മാംഗോസ് ആണ്, 84 മാങ്ങയാണ്. അതിൽ എത്ര പേർക്കാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്, 6 പേർക്കാണ്. അപ്പോൾ 84 ഹരിക്കണം 6 ചെയ്യണം അല്ലേ. 84 ഡിവൈഡഡ് ബൈ 6 ചെയ്താൽ എത്ര കിട്ടും മക്കളെ, 14 എന്ന് കിട്ടും, 14 എന്ന് കിട്ടും. അതായത് 14 മാങ്ങകൾ വീതം ഓരോരുത്തർക്കും കിട്ടും. ഓക്കെ, ക്ലിയർ? മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ? 14 മാങ്ങകൾ വീതമാണ് ഓരോരുത്തർക്കും കിട്ടുക. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ചോദ്യത്തിലോട്ട് പോവാം. നോക്കിക്കേ, ഇഫ് 4 മാംഗോസ് കോസ്റ്റ് 20 rupees, വാട്ട് ഈസ് ദി പ്രൈസ് ഓഫ് ദി മാംഗോസ് റിസീവ്ഡ് ബൈ 1 person? അതായത് 4 മാങ്ങയുടെ വില 20 രൂപയാണെങ്കിൽ, 4 മാങ്ങയുടെ വില 20 രൂപയാണെങ്കിൽ ഒരാൾക്ക് കിട്ടിയിട്ടുള്ള മാങ്ങയ്ക്ക് നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പോൾ ഒരാൾക്ക് എത്ര മാങ്ങ കിട്ടിയെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് കിട്ടിയിട്ടുള്ള മാങ്ങയ്ക്ക് എത്രയായിരിക്കും തുക, എത്രയായിരിക്കും പ്രൈസ് എന്നതാണ്, വില എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ശ്രദ്ധിക്കുക മക്കളെ, നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, 4 മാങ്ങയ്ക്ക് 20 രൂപയാണ് തന്നിട്ടുണ്ട്. പറഞ്ഞത് മനസ്സിലായോ? അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടെത്താം മക്കളെ, ഒരു മാങ്ങയുടെ വില കണ്ടെത്താല്ലേ. ഒരു മാങ്ങയുടെ വില കണ്ടെത്തിയാൽ നമുക്കറിയാം 14 മാങ്ങയാണ് ഓരോരുത്തർക്കും കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഒരു മാങ്ങയുടെ വില കണ്ടെത്തിയാൽ 14 മാങ്ങയ്ക്ക് എത്ര രൂപയായിട്ടുണ്ടാവും എന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് കുറച്ചൊന്ന് ചുറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. കുറച്ചൊന്ന് ചിന്തിച്ചാൽ മാത്രമേ, പക്ഷേ ഈസിയാണ്, കുറച്ചൊന്ന് ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞു എന്ത് മക്കളെ, 4 മാങ്ങയ്ക്ക് 20 രൂപയാണെങ്കിൽ ഒരു മാങ്ങയുടെ വില കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി മക്കളെ, എന്ത് ചെയ്യണം, 20 ഡിവൈഡഡ് ബൈ 4 ചെയ്യണം. 20 ഹരിക്കണം 4 ചെയ്യണം. എത്രയാണ് മക്കളെ, 20 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 5 ആണ്. അതായത് ഒരു മാങ്ങയ്ക്ക് എത്ര രൂപയാണ് മക്കളെ, ഒരു മാങ്ങയ്ക്ക് എത്ര രൂപയാണ്, 5 രൂപയാണ്. എത്ര രൂപയാണ്, 5 രൂപയാണ് ഒരു മാങ്ങയുടെ വില എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ ഒരു കാര്യം കണ്ടെത്തിയിട്ട് എന്താണ്, 14 മാങ്ങയാണ് ഒരാൾക്ക് കിട്ടിയിട്ടുള്ളത് അല്ലേ. അപ്പം നമ്മൾ അവർക്ക് കിട്ടിയിട്ടുള്ള 14 മാങ്ങയുടെ ടോട്ടൽ പ്രൈസ്, ടോട്ടൽ വില എത്രയാണെന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, 14 ഗുണിക്കണം 5 ചെയ്യണം അല്ലേ. 14 × 5 ചെയ്യണം. 14 ഗുണിക്കണം 5, ഒരു മാങ്ങയ്ക്ക് 5 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ 14 മാങ്ങയ്ക്ക് എത്ര രൂപയാണെന്ന് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം, 14 ഗുണിക്കണം 5 ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക മക്കളെ, 70 എന്ന് കിട്ടും, 70 എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദി വൺ റിലേറ്റഡ് ടു 96 ഡിവൈഡഡ് ബൈ 8. 96 ഹരിക്കണം 8 എന്നതിന് ഈക്വൽ ആയിട്ടുള്ള ഏതാണ് നമുക്ക് താഴെ തന്നിട്ടുള്ളതിൽ, എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനൊരു ചോദ്യം വരുമ്പം ആദ്യം മക്കൾ എന്ത് ചെയ്യുക, ഈ 96 ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ എത്രയാണ് ആൻസർ കിട്ടുക എന്നുള്ളത് നോക്കുക. എത്രയാണ് മക്കളെ, 96 ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ നമുക്ക് ആൻസർ കിട്ടുന്നത്, 96 ഡിവൈഡഡ് ബൈ 8 ചെയ്താൽ നമുക്ക് 12 ആണ് ആൻസർ കിട്ടുന്നത്, 12 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, ഇനി 12 ആൻസർ കിട്ടുന്നത് ഏതാണ്, താഴെ തന്നിട്ടുള്ളതിൽ ഏതാ എന്നുള്ളത് മക്കളൊന്ന് ജസ്റ്റ് നോക്കുക കേട്ടോ. ഓക്കെ, 1 by 1 ആയിട്ട് മക്കൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ അങ്ങനെ നോക്കാം. അല്ലെങ്കിൽ മക്കളെന്ത് ജസ്റ്റ് നോക്കിയാൽ നമുക്കിവിടെ ഈസി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് തന്നിട്ടുള്ളത്, അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിലാവും. നമുക്ക് എന്ത് ചെയ്യാം, 1 by 1 ആയിട്ട് തന്നെ ചെക്ക് ചെയ്യാം. ആദ്യം 80 ഡിവൈഡഡ് ബൈ 8 ആണ് അല്ലേ. 80 ഹരിക്കണം 8 എത്രയാണ് മക്കളെ അവിടെ ആൻസർ വരിക, നമുക്കറിയാം 10 ആണ് വരിക. പിന്നെ 8 ഹരിക്കണം 8 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ, 1 ആണ് അല്ലേ. അപ്പോൾ 10 + 1 എന്ന് പറഞ്ഞാൽ 11 ആണ് ആൻസർ വരിക. അപ്പോൾ നമ്മുടെ ആൻസർ അല്ല. ദെൻ നെക്സ്റ്റ് 80 ഹരിക്കണം 8 ആണ്, അത് എത്രയാണ് മക്കളെ വരിക, 10 ആണ് വരിക. ഇനി 16 ഹരിക്കണം 8 ആണ് വരുന്നത് അല്ലേ. 16 ഹരിക്കണം 8 ആണ് വരുന്നത്. എത്രയാണ് ആൻസർ വരുന്നത്, യെസ് 2 ആണ് ആൻസർ വരുന്നത് അല്ലേ. ഓക്കെ, ഇനി ആഡ് ചെയ്ത മക്കളെ 10 + 2 ആണ്, അവിടെ നമുക്ക് എത്ര വരുന്നുണ്ട്, യെസ് 12 എന്ന ആൻസർ വരുന്നത്. നമ്മുടെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, ഇനി വേണമെങ്കിൽ താഴേക്കുള്ളത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നോക്കിക്കേ മക്കളെ, 80 ഹരിക്കണം 8 എന്ന് പറഞ്ഞാൽ 10 ആണ് ആൻസർ വരുന്നത്. അടുത്തത് 8 + 8 എന്ന് പറഞ്ഞാൽ 16 ആണ് ആൻസർ വരുന്നത് അല്ലേ. 10 - 16 എന്നുള്ളതാണ് വരുന്നത്, അത് നമ്മുടെ ആൻസർ അല്ല. ദെൻ ലാസ്റ്റ് വൺ നോക്കിക്കേ, 80 ഹരിക്കണം 8 എന്ന് പറഞ്ഞാൽ 10 ആണ്, 16 ഹരിക്കണം 8 എന്ന് പറഞ്ഞാൽ 2 ആണ്. പക്ഷേ ഇവിടെയുള്ള സൈൻ നോക്കിക്കേ മക്കളെ, മൈനസ് ആണ്, അതായത് 10 - 2 ആണ് ചെയ്യുന്നത്, അത് 8 ആണ് ആൻസർ വരുന്നത് അല്ലേ. അപ്പോൾ ഏതാണ് മക്കളെ കറക്റ്റായിട്ട് വരുന്നത്, യെസ് ബി ആണ് കറക്റ്റായിട്ട് വരുന്നത്.
ഇനി അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ്സിന് മറ്റൊരു കാര്യം പറയാനായിട്ടുണ്ട്. നമ്മൾ 1 മുതൽ 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്കുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ LKG UKG ക്ലാസ്സിലുള്ള കൂട്ടുകാർക്കും നമ്മൾ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട്. ഓൺലൈൻ ട്യൂഷൻ നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളാണ് നമ്മൾ തരുന്നത്. ഇനി നിങ്ങൾക്ക് ട്യൂഷൻ ക്ലാസ്സുകൾ വേണ്ട, നിങ്ങൾക്ക് ഇംഗ്ലീഷിലുള്ള കുറച്ച് ഗ്രാമറും അതുപോലെ തന്നെ നന്നായിട്ട് ഇംഗ്ലീഷ് എഴുതാനും സംസാരിക്കാനും ഒക്കെയാണ് താല്പര്യമെങ്കിൽ അതിനായിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെല്ലാം ചെറിയൊരു ഫീസ് മാത്രമേ വരുന്നുള്ളൂ. മാസത്തിൽ വെറും 100 രൂപ മാത്രമാണ് നമ്മുടെ ഒരു ഫീ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ ഇവിടെ സ്ക്രീനിൽ കാണാൻ നമ്പറിൽ നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, ഇനി ഏതെങ്കിലും കൂട്ടുകാർക്ക് നമ്മുടെ നമ്പറിൽ കോൾ ചെയ്തിട്ട് കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. ഇനി അങ്ങനെ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടെങ്കിൽ നമ്മളിവിടെ വീഡിയോയുടെ താഴെ ടീച്ചർ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ആപ്പിലേക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ആ ലിങ്ക് വഴി നമ്മുടെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ക്ലാസ്സുകളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമ്മൾ ആ ഒരു ഗ്രൂപ്പ് വഴി അറിയിക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ മക്കളെ, ഇനിയിപ്പോൾ നമ്മുടെ സിലബസ് ബേസ്ഡ് ട്യൂഷൻ ക്ലാസ്സുകളും അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സുകൾക്കും പുറമെ വേറെയും ഒരുപാട് കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇംഗ്ലീഷും മലയാളമൊക്കെ കുറച്ച് എഴുതാനും വായിക്കാനൊക്കെ പ്രയാസമുള്ള കൂട്ടുകാരാണെങ്കിൽ അവർക്കുള്ള ക്ലാസ്സുകൾ നമ്മൾ പ്രത്യേകം കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ LSSന് സ്പെഷ്യൽ ബാച്ച് നമ്മൾ കൊടുക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ നമ്മൾ തുടക്കത്തിൽ തന്നെ LSS എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് മറക്കണ്ട. ഒരു കാര്യം ഓർക്കുക, ഏറ്റവും കുറഞ്ഞ ഫീസിലാണ് നമ്മുടെ ആപ്പിൽ നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ്സുകളും ലൈവ് ക്ലാസ്സുകളും സ്റ്റഡി മെറ്റീരിയലും അതുപോലെ തന്നെ ഓരോ ക്ലാസ്സിന് ശേഷമുള്ള ക്വിസ് അറ്റൻഡ് ചെയ്യാനുള്ള എല്ലാ ഓപ്ഷൻസും നമ്മുടെ ആപ്പിലുണ്ടായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. ആക്ടിവിറ്റി 2A ആണ് ഈർക്കിൾ ഷേപ്സ്. ശ്രുതി മെയ്ഡ് 2 ഷേപ്സ് വിത്ത് ഈർക്കിൾസ്. നമ്മുടെ ശ്രുതി എന്ത് ചെയ്തിട്ടുണ്ട്, ഈർക്കിൾ ഉപയോഗിച്ചിട്ട് ഇവിടെ ഫിഗർ 1 ഫിഗർ 2 അല്ലേ, ചിത്രം 1 ചിത്രം 2 എന്ന് പറഞ്ഞ 2 ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ഓരോ ചിത്രവും നോക്കിക്കുക മക്കളെ, അതിൻ്റെ സൈഡിൽ അതിൻ്റെ ലെങ്ത്ത് എത്രയാണ്, ആ ഈർക്കിളിൻ്റെ ലെങ്ത്ത് എത്രയാണെന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. What is the total length of circles required to make the shape of figure 1? അതായത് ഫിഗർ 1 എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ മക്കളെ, ഒന്നാമത്തെ ചിത്രം എന്നതാണ് അവിടെ അർത്ഥമാക്കുന്നത്. വാട്ട് ഈസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ദി ഈർക്കിൾസ് റിക്വയർഡ് ടു മേക്ക് ദി ഷേപ്പ് ഓഫ് ഫിഗർ 1? അതായത് ഒന്നാമത്തെ ചിത്രം ഉണ്ടാക്കാനായിട്ട് എത്ര നീളത്തിലാണ് ഈർക്കിൾ എടുത്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സിമ്പിൾ അല്ലേ മക്കളെ, എങ്ങനെ കണ്ടാൽ മതി? നമുക്ക് അവിടെ ഈർക്കിളിൻ്റെ എല്ലാം ലെങ്ത്ത് തന്നിട്ടുണ്ട്. ആ ലെങ്ത്ത് എല്ലാം കൂടി എന്ത് ചെയ്താൽ മതി, ആഡ് ചെയ്താൽ മതി അല്ലേ. ഇവിടെ നോക്കിക്കേ, 3 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ, 4 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്റർ, 3 സെൻറ്റിമീറ്റർ 6 മില്ലിമീറ്റർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ അതിനെല്ലാം കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, ആ ഈർക്കലിന് ടോട്ടൽ എത്രയാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള നീളം എന്നത് കിട്ടും അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ നോക്കിക്കേ എത്രയാണ് ടോട്ടൽ വരുന്നത്, 11 സെൻറ്റിമീറ്റർ 6 മില്ലിമീറ്റർ എന്നാണ് വരുന്നത്. എങ്ങനെയാണ് മക്കളെ ആൻസറിലോട്ട് എത്തുന്നത് നോക്കിക്കേ, നമുക്ക് നോക്കാം അല്ലേ. 4 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്റർ ആണ് ഒരു സൈഡിൻ്റെ ലെങ്ത്ത്, അത് പ്ലസ് ദെൻ സെക്കൻഡ് സൈഡിൻ്റെ ലെങ്ത്ത് 3 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ ആണ്. അടുത്തത് 3 സെൻറ്റിമീറ്റർ 6 മില്ലിമീറ്റർ, ഇങ്ങനെയാണ് വരുന്നത് അല്ലേ. അപ്പോൾ മക്കൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ആഡ് ചെയ്യുമ്പോൾ മില്ലിമീറ്റേഴ്സൊക്കെ ഒന്നിച്ച് ആഡ് ചെയ്യുക, സെൻറ്റിമീറ്റേഴ്സൊക്കെ ഒന്നിച്ച് ആഡ് ചെയ്യുക. അത് മക്കൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മില്ലിമീറ്റേഴ്സ് ആഡ് ചെയ്യാം. 2 + 8 എന്ന് പറഞ്ഞാൽ 10 ആണ് അല്ലേ. 2 കൂട്ടണം 8, 10, 10ഉം 6ഉം 16 ആണ്. അപ്പോൾ 16 മില്ലിമീറ്റർ എന്ന് കിട്ടി. ഇനി 4ഉം 3ഉം കൂട്ടിയ 7 ആണ്. 7ഉം 3ഉം കൂട്ടിയ എത്ര മക്കളെ, 10. അപ്പോൾ 10 സെൻറ്റിമീറ്ററും 16 മില്ലിമീറ്ററും എന്ന് നമുക്ക് കിട്ടിയില്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ആൻസർ. ഇങ്ങനെ ആൻസർ ചെയ്തിയത് ശരിയാണ്. പക്ഷേ നമ്മൾ അവിടെ എന്ത് ചെയ്യുക, ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. നമ്മളൊരു കാര്യം പഠിച്ചിട്ടുണ്ട് അല്ലേ, എന്താണ് മക്കളെ, 10 മില്ലിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1 സെൻറ്റിമീറ്റർ ആണ്. ഈ ഒരു റിലേഷൻ മക്കൾ ഓർത്തിരിക്കുക. 10 മില്ലിമീറ്റർ എന്ന് പറയുന്നത് എന്താ മക്കളെ, 1 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഇവിടെ 16 മില്ലിമീറ്റർ ഇല്ലയോ, ഇതിൽ നിന്നൊരു 10നെ നമുക്ക് ഇവിടോട്ട് മാറ്റിക്കൂടെ അല്ലേ. 16ൽ നിന്നൊരു 10നെ നമുക്ക് മാറ്റിയാലെങ്കിൽ ഇവിടെ എത്രയാവും, 6 മില്ലിമീറ്റർ എന്നാവും. ഇവിടുന്ന് 10 മില്ലിമീറ്റർ ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എത്രയായി മക്കളെ, അതൊരു സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ 10ഉം 1ഉം 11 സെൻറ്റിമീറ്റർ പ്ലസ് 6 മില്ലിമീറ്റർ എന്ന് കിട്ടും. 11 സെൻറ്റിമീറ്റർ പ്ലസ് 6 മില്ലിമീറ്റർ. മനസ്സിലായോ മക്കളെ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. What is the total length of the circles required to make the shapes of figure 2? അതായത് രണ്ടാമത്തെ ചിത്രം ഉണ്ടാക്കാനായിട്ട് എത്രയാണ് ഒരു ഈർക്കലിൻ്റെ ലെങ്ത് യൂസ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം കണ്ട പോലെ തന്നെ നമുക്ക് കാണാം. നോക്കിക്കേ മക്കളെ,
ഒരു സൈഡ് എത്രയാണ് 3 സെൻറ്റിമീറ്റർ 6 മില്ലിമീറ്റർ. ദെൻ ഇവിടെ നമുക്ക് 6 സെൻറ്റിമീറ്റർ മാത്രം. അപ്പോൾ ഇവിടെ ആ ഒരു പ്ലേസ് മാറാതെ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുക കേട്ടോ, അവിടെ മില്ലിമീറ്റർ ഇല്ല. ദെൻ അടുത്തത് 3 സെൻറ്റിമീറ്റർ 6 മില്ലിമീറ്റർ, ലാസ്റ്റ് വൺ 6 സെൻറ്റിമീറ്റർ. ഇങ്ങനെയല്ലേ ഉള്ളത്? ഓക്കെ, ഇത് നമുക്ക് എല്ലാം കൂടി ആഡ് ചെയ്യാം അല്ലേ. ഇവിടെ നോക്കിക്കേ, 6ഉം 6ഉം കൂട്ടി എത്ര 12. അപ്പോൾ 12 മില്ലിമീറ്റർ. ഈ 12 കിട്ടുന്ന സമയത്ത് തന്നെ മക്കൾ ആലോചിക്കുക, 10ന് മേലെ പോവാണ് നിങ്ങൾക്ക് ആലോചിക്കുക, അതിൽ നിന്ന് 1നെ നമുക്ക് എന്ത് ചെയ്യാം, അപ്പുറത്തോട്ട് മാറ്റാം. ഒരു 10നെ നമുക്ക് അപ്പുറത്തോട്ട് മാറ്റാം എന്നുള്ളത് മക്കളെ ആലോചിക്കുക. അപ്പം എന്താ ആൻസറിൽ ഒന്നുകൂടി കൂടും, അത്ര വ്യത്യാസമേ വരുള്ളൂ. ഓക്കെ, ദെൻ ഈ സൈഡത്തെ ആഡ് ചെയ്യുമ്പോൾ നോക്കിക്കുക മക്കളെ, 6ഉം 3ഉം കൂട്ടിയാൽ എത്രയാണ് 9 ആണ്. 9ലേക്ക് 3 കൂട്ടിയാൽ 12, 12ലേക്ക് 3 കൂട്ടിയാൽ 18. അപ്പോൾ 18 സെൻറ്റിമീറ്ററും 12 മില്ലിമീറ്ററുമാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ 12 ആയതുകൊണ്ട് ഒരു ഒന്നിനെ നമുക്ക് ഇവിടേക്ക് മാറ്റാം. അപ്പോൾ 19 സെൻറ്റിമീറ്ററും 12ൽ നിന്ന് 10 അല്ലേ അവിടേക്ക് മാറിയിട്ടുള്ളത്, ബാക്കി എത്ര ഉണ്ടായിരിക്കും 2 മില്ലിമീറ്റർ. അപ്പോൾ 12 സെൻറ്റിമീറ്ററും 2 മില്ലിമീറ്ററുമാണ് ആ ഒരു ഫിഗറിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ എങ്ങനെയാണ് മാറ്റേണ്ടത് എന്നുള്ളത്? ഓക്കെ, ദെൻ അതിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോവാം. വിച്ച് ഷേപ്സ് റിക്വയർഡ് മോർ ലെങ്ത് ഓഫ് ഈർക്കിൾസ് ഹൗ മച്ച്? അതായത് ഏത് ഷേപ്പിനാണ് കൂടുതൽ ലെങ്ത് യൂസ് ചെയ്തത്, ഏറ്റവും കൂടുതൽ ലെങ്ത് ഈർക്കിൾസിൻ്റെ നീളം ഏത് ഷേപ്പിനാണെന്നാണ് ചോദിച്ചത്, എത്രയാണ് കൂടുതൽ? അപ്പം നോക്കിക്കുക മക്കൾ, എത്രയാണ്? രണ്ടാമത്തെ ഫിഗറിനാണ് അല്ലേ, രണ്ടാമത്തെ ഫിഗറിലാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തേതിൽ എത്രയാണ് നോക്കിക്കേ, 11 സെൻറ്റിമീറ്ററും 6 മില്ലിമീറ്ററും ആണുള്ളത്. രണ്ടാമത്തതിനാണ് 19 സെൻറ്റിമീറ്ററും 2 മില്ലിമീറ്ററുമാണ്. അപ്പോൾ എത്രയാണ് അധികം എന്ന് കണ്ടെത്താനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വലുതിൽ നിന്ന് ചെറുതിനെ മൈനസ് ചെയ്യുക. 12 സെൻറ്റിമീറ്റർ 2 മില്ലിമീറ്റർ മൈനസ് 11 സെൻറ്റിമീറ്റർ 6 മില്ലിമീറ്റർ അല്ലേ മക്കളെ. ഇതെന്ത് ചെയ്യണം? മൈനസ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണ് അവിടെ ഡിഫറൻസ് കിട്ടുന്നത്? നോക്കിക്കേ മക്കളെ, 7 സെൻറ്റിമീറ്റർ 6 മില്ലിമീറ്ററുമാണ് ആൻസർ കിട്ടുന്നത്. ദെൻ അതിലുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, വാട്ട് ഈസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ഈർക്കിൾസ്? വാട്ട് ഈസ് ദി ടോട്ടൽ ലെങ്ത് ഓഫ് ഈർക്കിൾ? അതായത് ആകെ മൊത്തം എത്രയുണ്ട് ഈർക്കിൾ എന്ന്. അപ്പം നമുക്ക് എന്തറിയാം മക്കളെ, ഒന്നാമത്തെ ഫിഗറിൽ യൂസ് ചെയ്തിട്ടുള്ള ലെങ്ത് ഇത്രയാണെന്ന് നമുക്കറിയാം. അത് പ്ലസ് രണ്ടാമതിൽ യൂസ് ചെയ്ത ലെങ്ത് അല്ലേ, മില്ലിമീറ്ററും ആദ്യം ആഡ് ചെയ്യുമ്പം 8 മില്ലിമീറ്റർ എന്ന് കിട്ടും. ഇനി 19ലേക്ക് നമുക്ക് എന്ത് ചെയ്യണം? 11 ആഡ് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ മക്കളെ, അതിൽ 9 + 1 എത്ര 10, ബാലൻസ് 1 ഇവിടെ ഉണ്ടാവും. 1 + 1 + 1 എത്രയാണ് 3. അപ്പം 30 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററും ആണ് എന്ത് ചെയ്യുന്നത് മക്കളെ ആൻസർ വരുന്നത്. ടോട്ടൽ ലെങ്ത് വരുന്നത് എത്രയാണ്? 30 സെൻറ്റിമീറ്ററും 8 മില്ലിമീറ്ററും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അതിൽ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ, പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് ദി കറക്റ്റ് ലെങ്ത് ഓഫ് ദി സ്കെയിൽ. ആ സ്കെയിലിൻ്റെ മുകളിലെ കറക്റ്റ് ലെങ്ത് എത്രയാണെന്നുള്ളതാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ, ഇവിടെ 6ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഇവിടെയാണ് ഏകദേശം 15ൽ എത്തിയിട്ടില്ല, 14 കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ കറക്റ്റ് മക്കൾ നോക്കുക, ഇതുപോലെ ലെങ്ത്ത് നമ്മുടെ അടുത്ത് മെഷർ ചെയ്യാൻ തരികയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ 6 ഒന്ന് 7 ആവുന്ന സമയത്തായി 1 ആയി, 7 8 ആകുമ്പോൾ 2, ഇവിടെ 3, ഇവിടെ 4, ഇവിടെ 5, ഇവിടെ 6, ഇവിടെ 7, ഇവിടെ 8ഉം അതുപോലെ തന്നെ ബാക്കി എത്രയാണ് ലൈൻസ്, കുഞ്ഞു ലൈൻസ് എത്രയെന്നുള്ളത് മക്കൾ കൗണ്ട് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് 8 സെൻറ്റിമീറ്റർ 8 മില്ലിമീറ്റർ എന്നുള്ളത് കിട്ടും. മനസ്സിലായിട്ടുണ്ടല്ലോ മക്കളെ? അപ്പോൾ അതൊക്കെ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അതുപോലെ തന്നെ നമ്മുടെ മാർക്ക് വേഗം പോകാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസുമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ, ഫൈൻഡ് ദി ഡിസ്റ്റൻസ് എന്നതാണ്. എന്താണ് ഫൈൻഡ് ദി ഡിസ്റ്റൻസ് എന്നതാണ് അടുത്തൊരു ചോദ്യം. ബിലോ ടേബിൾ ഷോസ് ദി ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ കിരൺ ഓൺ എ ബൈസിക്കിൾ ഓൺ ഡിഫറെൻറ്റ് ഡേയ്സ് അല്ലേ. നോക്കിക്കേ, താഴെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ആ ടേബിൾ എന്താണ് മക്കളെ? നമ്മുടെ കിരണ് സൈക്കിളിൽ യാത്ര ചെയ്തിട്ടുള്ള ഓരോ ദിവസങ്ങളിലും വ്യത്യസ്ത ദിവസങ്ങളിൽ അവൻ യാത്ര ചെയ്തിട്ടുള്ള ദൂരമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഡേ 1 3 കിലോമീറ്റേഴ്സ് 250 മീറ്റേഴ്സ് അല്ലേ. ഡേ 2 4375 മീറ്റേഴ്സ്. ഡേ 3 4.5 കിലോമീറ്റേഴ്സ് അല്ലേ. 4 അതുപോലെ തന്നെ അര അല്ലേ, 4 കിലോമീറ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് ചോദ്യം ചോദിച്ചിട്ട്, ഓൺ വിച്ച് ഡേ ഹി ട്രാവൽ ദി മോസ്റ്റ് ഡിസ്റ്റൻസ്? ഏത് ദിവസമാണ് എന്നെ ഏറ്റവും കൂടുതൽ ദൂരം യാത്ര ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മക്കളെ ഏതാണ് വരുന്നത്? ഓരോ ദിവസം നോക്കി, ഡേ 1ൽ 3 കിലോമീറ്ററും 250 മീറ്ററുമാണ് തന്നത്. ഡേ 2ലാണെങ്കിൽ 4375 മീറ്ററാണ് തന്നിട്ടുള്ളത്. ഡേ 3ലാണെങ്കിൽ 4.5 കിലോമീറ്റേഴ്സാണ് തന്നിട്ടുള്ളത്. ഏതാണ് മക്കളെ? ഏതാണ്? യെസ്, ഡേ 3ലാണ് അല്ലേ, മൂന്നാമത്തെ ദിവസത്തിലാണ് എന്ത് ഏറ്റവും കൂടുതൽ ചെയ്തിട്ട്. അന്ന് 4 കിലോമീറ്ററും അതുപോലെ തന്നെ
4 ആൻഡ് ഹാഫ് കിലോമീറ്റേഴ്സ് അവൻ എന്ത് ചെയ്തിട്ടുണ്ട്, ട്രാവൽ ചെയ്തിട്ടുണ്ട് അല്ലേ. ഓക്കെ മക്കളെ, അടുത്ത നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കൺവേർട്ട് 4375 മീറ്റേഴ്സ് ടു കിലോമീറ്റർ ആൻഡ് മീറ്റർ അല്ലേ. 4375 എന്തിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ്, കിലോമീറ്റർ ആൻഡ് മീറ്റേഴ്സിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ എത്രയാണ്, നമുക്കറിയാം അല്ലേ, 1000 മീറ്ററാണ് ഒരു കിലോമീറ്റർ എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ മക്കളെ, അപ്പോൾ ഇവിടെ നോക്കിക്കേ, 4375 മീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 കിലോമീറ്ററും അതുപോലെ തന്നെ 375 മീറ്ററുമാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു റിലേഷൻ മക്കൾ ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഹൗ മച്ച് മോർ ഡിസ്റ്റൻസ് ഹി ട്രാവൽഡ് ഓൺ ഡേ 2 ദാൻ ഡേ 1. അതായത് ഒന്നാമത്തെ ദിവസത്തിനേക്കാൾ എത്ര കൂടുതൽ ദൂരം അവൻ രണ്ടാമത്തെ ദിവസം ട്രാവൽ ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് നമ്മുടെ ടേബിളിൽ ഒന്നാം ദിവസം അവൻ സഞ്ചരിച്ച ദൂരം നമുക്ക് തന്നിട്ടുണ്ട്, രണ്ടാം ദിവസം സഞ്ചരിച്ച ദൂരവും തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെല്ലാം ഒരേ യൂണിറ്റിലോട്ട് മാറ്റി എഴുതിയാലേ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുള്ളൂ. നോക്കിക്കേ മക്കളെ, എങ്ങനെ എത്താം, നമുക്ക് അറിയാം. ഒന്നാമത്തേത് എന്താണ്, 4 കിലോമീറ്റർ 3375 മീറ്ററാണ് അല്ലേ. 4 കിലോമീറ്ററും 375 മീറ്ററുമാണ്. അതിൽ നിന്ന് എന്ത് ചെയ്തു, 3 കിലോമീറ്ററും 250 മീറ്ററും എന്ത് ചെയ്യുക മക്കളെ, മൈനസ് ചെയ്യുക. ബാലൻസ് എത്രയാണ് കിട്ടുക, 1 കിലോമീറ്ററും 125 മീറ്ററും. അതാണ് അവിടെ ആൻസർ വരുന്നത് കേട്ടോ. 1 കിലോമീറ്റർ 125 മീറ്ററുമാണ് കൂടുതൽ സഞ്ചരിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. ഡി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ടോട്ടൽ ഡിസ്റ്റൻസ് ഹി ട്രാവൽഡ്. അവൻ സഞ്ചരിച്ച മൊത്തം ദൂരം എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ദൂരം എല്ലാം തമ്മിൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, ഇപ്പോൾ 3 കിലോമീറ്റർ 250 മീറ്റർ, 4 കിലോമീറ്റർ 375 മീറ്റർ, 4 കിലോമീറ്റർ 500 മീറ്റർ അല്ലേ. ടോട്ടൽ ആഡ് ചെയ്ത് നമുക്ക് 11 കിലോമീറ്റർ 1125 മീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടോട്ട് കൊണ്ടുപോകാം. ഇതിന്ന് 1000 നമുക്ക് മാറ്റാലോ. അപ്പോൾ 12 കിലോമീറ്റർ 125 മീറ്റർ എന്ന് കിട്ടും. മനസ്സിലായിട്ടുണ്ട് മക്കളെ, ഇതൊക്കെ നമുക്ക് കുറച്ചധികം ചിന്തിച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട് മിസ് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താണ്, നമ്മൾ LKG മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം LKG UKG ക്ലാസ്സുകളിലേക്കൊക്കെ പുതുതായിട്ട് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മുടെ ഈ ഒരു നമ്പറായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. അപ്പം മക്കൾക്ക് ഫീ വരുന്നത് മാസത്തിൽ വെറും 100 രൂപ മാത്രമാണ്. അതുപോലെ തന്നെ നമ്മൾ 1ാം ക്ലാസ് മുതലുള്ള 7ാം ക്ലാസ് വരെയുള്ള കൂട്ടുകാർക്ക് നമ്മുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് മന്ത്ലി വെറും 100 രൂപ മാത്രമാണ് ഫീ വരുന്നത്. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യാനായിട്ട് മറക്കരുതേ. ഓക്കെ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫാം എക്സ്പെൻസസ് എന്താണ്? ഫോളോയിങ് ടേബിൾ ഷൂസ് ദി ഫാം എക്സ്പെൻസസ് ഓഫ് മനു ഫോർ 3 years അല്ലേ. താഴെ ടേബിൾ തന്നിട്ടുണ്ട്. അപ്പോൾ ഒരു ഫാമിൽ മനുവിന് എക്സ്പെൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു ടേബിളാണ്. നോക്കിക്കേ മക്കൾ, ഇയർ 2022 അവിടെ എത്രയാണ് എക്സ്പെൻസ് എന്ന് തന്നിട്ടുണ്ട് അല്ലേ, 16,387. ദെൻ 2023 ആണ് 2,315 മോർ ദാൻ ദാറ്റ് ഇൻ 2022 അല്ലേ. 2022 2022 2315 രൂപ എന്താണ്, മോറാണ് അല്ലേ, കൂടുതലാണ്. 2024 5,000 ലെസ് ദാൻ ദാറ്റ് ഇൻ 2023 അല്ലേ. 2023 ഉള്ളതിനേക്കാൾ 5,000 കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പട്ടിക നന്നായിട്ട് മക്കൾ നോക്കിയാലേ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കുറച്ചൊരു കൊഴിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദി എക്സ്പെൻസ് ഇൻ 2023? 2023 എക്സ്പെൻസ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മോട് പറഞ്ഞിട്ടുണ്ട് 2022 ഉള്ളതിനേക്കാൾ 2,315 കൂടുതലായെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മനസ്സിലായോ? അപ്പോൾ നോക്കിക്കേ, തമ്മിൽ ആഡ് ചെയ്യുക. 16,387 ആണല്ലേ. 16,387. 2,315 2,315 രണ്ടും കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അപ്പോൾ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും, 18,702 എന്ന് കിട്ടും. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഈസ് ദി എക്സ്പെൻസ് ഇൻ 2023? അത് നമ്മൾ പറഞ്ഞു അല്ലേ, നമ്മളിപ്പോൾ അത് കണ്ടെത്തി. ദെൻ വാട്ട് ഈസ് ദി എക്സ്പെൻസ് ഇൻ 2024 ആണല്ലോ. അവിടെ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് എന്താണ്, 5,000 ലെസ് ദാൻ 2023. 2023 ഉള്ളതിനേക്കാൾ 5,000 കുറവാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് നമ്മൾ 5,000 മൈനസ് ചെയ്യണം. അപ്പം നമുക്ക്
13,702 ആൻസർ കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് ഇയർ ഹാസ് ദി ലോവസ്റ്റ് എക്സ്പെൻസ്? ഹൗ മച്ച്? ഏത് ഇയറിലാണ് ഏറ്റവും കുറവ് എക്സ്പെൻസ് ഉള്ളത്? എത്രയാണ് കുറവ് എന്നാണ് ചോദിച്ചത്. ഏതാണ് മക്കൾ? 2024 അവിടെ 13,702 ആണുള്ളത്. 13,702 ആണുള്ളത്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അതിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിക്കുക. ടോട്ടൽ എക്സ്പെൻസ് ഫോർ 3 ഇയേഴ്സ്. ടോട്ടൽ എക്സ്പെൻസ് ഫോർ 3 ഇയേഴ്സ് 3 വർഷത്തേക്കായിട്ട് എത്രയാണ് എക്സ്പെൻസ് എന്നുള്ളത്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? അതെല്ലാം കൂടി നമ്മൾ ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് 48,791 എന്ന് ആൻസറിലോട്ട് എത്തും. അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക? വീഡിയോ പോസ്റ്റ് ചെയ്ത് വെച്ചിട്ട് എല്ലാ ചോദ്യങ്ങളുടെയും ആൻസർ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, ക്ലിയർ? ദെൻ അതിൽ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. പുട്ട് എ ടിക്ക് മാർക്ക് എഗെയിൻസ്റ്റ് റൈറ്റ് പാറ്റേൺ ആണ് അവിടെ തന്നിട്ടുള്ളത്. അതിൽ കറക്റ്റ് ഏതാണ് മക്കളെ വരുന്നത്? ഈ ഒരു സി ആണ് കറക്റ്റായിട്ട് വരുന്നത്. മക്കൾ ജസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഇത്തരത്തിൽ പാറ്റേൺസ് വരുന്ന ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും ചോദിച്ച് വരാറുള്ളതാണ്. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം നമ്മുടെ പാർട്ട് 2 വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ എല്ലാ മക്കളും എന്ത് ചെയ്യും? നന്നായിട്ട് നാളത്തെ എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് മക്കളെ.